യേശുവിന്റെ കല്ലറ തുറന്നിരിക്കുന്നത് പോലെ ലാസറിന്റെ കല്ലറ എന്ന് പറയപ്പെട്ട അവിടെയും ഡോർ തുറന്ന് കല്ലുരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ബോർഡ് എഴുതിയിട്ടുണ്ട്, ലാസർ പിന്നെ മരിച്ചു, പക്ഷെ ഇവിടെ അടക്കിയില്ല, ഇത് തുറന്നു വെച്ചിരിക്കുക. യേശു വാതിൽ തുറന്ന ചുമ്മാതെ പോലും അടയ്ക്കാൻ പറ്റില്ല. വിശ്വസിക്കുക, അങ്ങനെ ചില വാതിലുകൾ തുറക്കപ്പെടാൻ പോവുകയാണ്. ഒരു മനുഷ്യന് വെറുതെ പോലും നിനക്ക് വിരോധമായി അടയ്ക്കാൻ പറ്റാത്ത ചില വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കുകയാണ്. കർത്താവ് തുറക്കുന്ന വാതിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രതികൂലമുണ്ടെങ്കിൽ ഭയങ്കര വാതിൽ തുറക്കും. പൗലോസിനോട് പറഞ്ഞു, വലുതും സഫലവുമായ വാതിലുകൾ നിന്റെ മുമ്പാകെ ഞാൻ തുറക്കാൻ പോവുകയാണ്. എതിരാളികൾ പലരുണ്ടെങ്കിലും വലുതും വിശാലമായ വാതിലുകൾ തുറക്കപ്പെടും. രാജതന്ത്രം എന്ന് പറയുന്നത്, വേറെ ശത്രു രാജ്യം ഉണ്ടെങ്കിൽ വലിയ വാതിൽ തുറക്കത്തില്ല, അരമനയിൽ നിന്ന് തുരങ്കത്തിൽ കൂടെ ചെറിയ വാതിൽ കൂടെ രക്ഷപ്പെടും. കാരണം കോട്ട വളഞ്ഞാൽ ചെറിയ വാതിൽ തുറക്കും. പക്ഷെ രാജാതിരാജാവിന്റെ സ്ട്രാറ്റജി അതല്ല. എതിരാളി ഉണ്ടെങ്കിൽ വലുതും സഫലമായ വാതിൽ തുറക്കും. പ്രതികൂലങ്ങൾ എത്ര വർദ്ധിക്കുമോ അത്ര വിശാലമായിരിക്കും വാതിലുകൾ. വിശ്വസിക്കുക, അങ്ങനെ ചില വാതിലുകൾ സ്വർഗം തുറക്കാൻ പോവുകയാണ്. Come on.